ഹലോ ഫ്രണ്ട്സ്, MTVlogൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ ഇതിൽ മോട്ടിവേഷൻ നൽകാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങളും ധാരാളം മോട്ടിവേഷൻ കഥകൾ കേട്ടിട്ടുണ്ട്, പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ നമ്മൾ മരിച്ചുപോയ അല്ലെങ്കിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ സയൻറ്റിസ്റ്റിനെ, തോമസ് ആൽവ എഡിസനെ കുറിച്ചും ഐൻസ്റ്റീനെ കുറിച്ചും നമ്മൾ പറയാറുണ്ട്. ഇനി അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കണെ കുറിച്ച് പറയാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്പോർട്സിലൊക്കെ ആണെങ്കിൽ വിൽമ റുഡോൾഫിനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാതെ ഇപ്പോൾ എൻ്റെ കൂടെ ഒരാളുണ്ട്, ആളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനകത്ത് നിന്ന് എൻ്റെ നാട്ടിലെ ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ്റെ മകനായി ജനിക്കുകയും എന്നിട്ട് പോലും ആ 91-ലൊക്കെ കേരളത്തിലെ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു. പക്ഷേ അതിന് മുമ്പ് ചെറിയ ക്ലാസ്സിൽ തോറ്റുപോയ ഒരാളാണ്. ആ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ സാലറിയിൽ അന്ന് തന്നെ പല സ്ഥലത്തും ജോലി ചെയ്യുകയും പിന്നീട് ഇന്ത്യയിലെ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും നല്ല മാനേജ്മെൻറ്റ് സ്കൂളായ IIM ബാംഗ്ലൂരിൽ നിന്ന് MBA എടുക്കുന്നു. എന്നിട്ട് പിന്നെ ജോലിക്ക് പകരം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ 1000 കോടിയിലധികം ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ CEO ആയിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ പിന്നീട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുന്നു. UN-ൽ പോയിട്ട് ഇന്ത്യയിൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഒരാൾ നമ്മുടെ സാധാരണ കേരളത്തിലെ, അതും ഏറ്റവും പിന്നാക്ക ജില്ലയായ വയനാട്ടിലെ ഒരു ഗ്രാമത്തിലുണ്ട്. എൻ്റെ നാട്ടിലാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തു കൂടെയായ അദ്ദേഹത്തെയാണെന്ന് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൽ നിന്ന് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് നമുക്ക് മോട്ടിവേഷൻ കിട്ടില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സത്യത്തിൽ ഒരുപക്ഷേ ഈ വ്യൂവേഴ്സൊക്കെ നിങ്ങളെ നേരത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, UN-ൽ സംസാരം കണ്ടിട്ടുണ്ടാവും, ഫേസ്ബുക്കിൽ ധാരാളം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, നിങ്ങൾ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഒരാൾക്ക് IIM ബിസിനസ് മേഖലയിലേക്ക് പോകാനുള്ള ഒരു മോട്ടീവ് എന്തായിരുന്നു? അങ്ങനെ തോന്നിയത് അത് നല്ല തീരുമാനമാണെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ IIM-ലെ ജേണിയും ഒരു ബൈ പ്ലാൻ ആയിരുന്നു. ബട്ട് ഒരു ആക്സിഡൻ്റൽ ആയിട്ട് വന്നതാണ് സത്യം പറയുകയാണെങ്കിൽ. അല്ലെ, ഒരു ബൈ ചാൻസ് അഗൈൻ വന്നതാണ്. അതിന് ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ബാംഗ്ലൂർ ഞാൻ തിരിച്ചു വന്ന് ഇന്ത്യയിൽ വർക്ക് ചെയ്യായിരുന്നു. ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു വീക്കെൻഡിൽ ബെന്നാഗട്ട എന്നൊരു സ്ഥലമുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് പുറത്താണ്. അവിടെ ഒരു നാഷണൽ പാർക്കുണ്ട്, സൂ ഉണ്ട് അവിടെ. അപ്പോൾ സൂ കാണാൻ വേണ്ടി ഞാനും ഫാമിലിയും കൂടെ പോകുമ്പോൾ ആണ് ഞാൻ ആദ്യമായിട്ട് IIM-ൻ്റെ ക്യാമ്പസ് കാണുന്നത്. ആ ക്യാമ്പസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആയിരുന്നു, ഔട്ട് സൈഡിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഗേറ്റൊക്കെ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് ഈ ക്യാമ്പസിനുള്ളിൽ നിന്ന് കയറണമെന്ന് ആഗ്രഹമുണ്ട്, കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് എനിക്കവിടെ ആരും അറിയില്ല അന്ന്. I didn't have courage to go inside. ആരെയും ചോദിക്കാനുള്ള ധൈര്യമില്ല. ബട്ട് ദാറ്റ് ഡേ I determined I will enter this campus one day. ആ ക്യാമ്പസിൽ ഒരു ദിവസം കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ദെൻ I was very poor, below average student, right? And IIM പോലത്തെ ഒരു ക്യാമ്പസിൽ എത്തണമെങ്കിൽ you need very high analytical skills. നമ്മളെ IQ ലെവൽ അത്രക്കും ഹൈ ആയിരിക്കണം. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. ബട്ട് ദെൻ ഡിറ്റർമിനേഷൻ ഹെൽപ്ഡ്. then I decided to practice myself. അത് ഏത് ഏജിലായിരിക്കും? ഏതാണ്ട് ഇൻ മൈ 30s. നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. 30 എനിക്ക് വരുന്ന കുറേ ക്വസ്റ്റ്യൻസിലൊന്നാണ്, എനിക്ക് 24 വയസ്സായിപ്പോൾ 26 വയസ്സായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കുറേ വർഷം ജോലി ചെയ്ത് 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് IIM-ൻ്റെ ക്യാമ്പസ് കാണുമ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു നല്ല ക്യാമ്പസ് കണ്ടാൽ പോലും ആളുകളുടെ ഡിറ്റർമിനേഷൻ വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ ആവേണ്ട ആളുകൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഡോക്ടർ ആവുന്നതിനേക്കാൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലുതായിരിക്കും ഒരു ക്യാമ്പസ് കണ്ടതിന് ശേഷം. അപ്പോൾ അതുപോലെ മുസ്തഫക്ക് സ്വാഭാവികമായിട്ടും IIM-ൻ്റെ ക്യാമ്പസ് കണ്ടതാണ് ഡിറ്റർമിനേഷൻ വന്നത്. ആ പോയിൻ്റ്, ആ വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്, ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത്. എനിക്ക് വേണമെന്നങ്ങ് ആഗ്രഹിക്കുക. ഒരാൾ അങ്ങനെ ആഗ്രഹിക്കാൻ ധൈര്യം കാണിച്ചോ അയാൾക്ക് എല്ലാം ലഭിക്കും എന്നുള്ളതിന് ജീവിച്ചിരിക്കുന്ന തെളിവാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും രാവിലെ എൻ്റെ പ്രയറിന് എണീക്കും. നിസ്കാരം കഴിഞ്ഞ ഉടനെ 2 മണിക്കൂർ ജോലി ചെയ്യുന്ന സമയത്താണ് 2 മണിക്കൂർ ഡെയിലി പ്രാക്ടീസ് ചെയ്യും ക്യാറ്റിന് വേണ്ടിയിട്ട്. ഫോർ 2 years. 2 വർഷം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട്, എനിക്കറിയാമായിരുന്നു IIM പോലത്തെ ഒരു ക്യാമ്പസിൽ എനിക്ക് കിട്ടാൻ എളുപ്പമല്ല എന്നുള്ളത്. ഈ കാണുന്ന വ്യൂവേഴ്സിൽ പല ആളുകളും എന്നേക്കാൾ നല്ല ഹൈ IQ ഉള്ള ആളുകളായിരിക്കും. പക്ഷേ എൻ്റെ കേസ് അങ്ങനെയല്ലായിരുന്നു. I was a very below average student. അപ്പം ആ ഒരു കേസിനകത്ത് എനിക്ക് നന്നായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ IIM-ൽ കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ I practiced for 2 years. അതിൽ I got into IIM ബാംഗ്ലൂർ. അത് മാത്രമല്ല, IIM ബാംഗ്ലൂരിൽ ഞാൻ MBA ചെയ്തതിന് ശേഷം ഈ വർഷം IIM-ൻ്റെ യങ്ങസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ലേമൻ അവാർഡ് എനിക്ക് കിട്ടി. അത് ഇൻ ഫ്രണ്ട് ഓഫ് മൈ പാരൻസ്. ദാറ്റ് വാസ് പ്രോബ്ലി ദി ബെസ്റ്റ് മൊമെന്റ് ഓഫ് മൈ ലൈഫ്. എനിക്ക് സത്യത്തിൽ രോമാഞ്ചം കേട്ടിട്ടല്ലേ ഉള്ളൂ, സത്യമായിട്ട് രോമാഞ്ചം വരുന്നുണ്ട്. അത്ര ഒരു അത്ഭുതകരമായ ഒരു യാത്രയാണ്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ IIM-ൽ നിന്ന് പ്രത്യേകിച്ച് ഞാൻ കേട്ടനുസരിച്ച്, ഇപ്പോൾ കരിയർ ഗൈഡൻസ് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുമ്പോൾ പറയുന്നത് IIM-ൽ നിന്ന് MBA കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ സാലറീഡ് ആയിട്ട് പിന്നെ പോസ്റ്റിംഗ് നടക്കുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓഫർ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ ജോലിക്ക് പോകാതെ
നിങ്ങൾ പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, ശരിയാണോ, എന്താണ് അതിൻ്റെ ഒരു കാര്യം പറയാൻ പറ്റും? IIMൽ MBA കഴിഞ്ഞാൽ നല്ല ജോബ് കിട്ടും, നല്ല സാലറി പാക്കേജും കിട്ടും. ഐ തിങ്ക് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഒരു 1 crore പ്ലസ് 1 crore പ്ലസ് സാലറി കിട്ടുന്ന ജോബ്സ് കിട്ടും. ഞാൻ ഡിസൈഡ് ചെയ്തതെന്ന് വെച്ചാൽ ഐ വിൽ ഡു സംതിങ് ഡിഫറെൻറ്റ് മൈ ലൈഫ്. അങ്ങനെ ഞാനും എൻ്റെ കസിൻസും കൂടെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. ഞാനും എൻ്റെ കസിൻസും കൂടെ അങ്ങനെ ആരും വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ ആരും ആഗ്രഹിക്കാത്ത, ഒരു ഫാൻസി അല്ലാത്ത ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇഡ്ഡലി ബിസിനസ്. ആ ബിസിനസ് പറയുന്നത് കേട്ടല്ലോ അല്ലേ? ഇഡ്ഡലിയാണ്. ഇഡ്ഡലി ബിസിനസ്സാണ് തുടങ്ങിയത്. ഞാൻ നേരത്തെ പറഞ്ഞ 1000 crore പ്ലസ് ബ്രാൻഡ് വാല്യൂ ഉള്ളൊരു ബിസിനസ്സാണ് പറയുന്നത്. ഇഡ്ഡലി ബിസിനസ്സാണ്. തിങ്ക് ഡിഫറൻ്റ്ലി, ഡു ഡിഫറൻ്റ്ലി സംതിങ്. അതാണ് ഏറ്റവും വിജയത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ് ഈ മനസ്സിലാക്കി തരുന്നത്. കറക്റ്റ്. ഓക്കെ. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഇനിഷ്യൽ ഡേയ്സ് ഞങ്ങൾ കുറേ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. വി ഹാവ് ടു ലേൺ എവറിത്തിങ്, റൈറ്റ്? എല്ലാ ദിവസവും എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തും, റൈറ്റ്? ബട്ട് ആ മിസ്റ്റേക്ക് നിങ്ങൾ പഠിക്കും. ഞങ്ങളുടെ ജേർണി ക്യാൻ ബി സമ്മറൈസ്ഡ് ഇൻ 4 words. ദി പവർ ഓഫ് ഡിറ്റർമിനേഷൻ. റൈറ്റ്? ദി പവർ ഓഫ് ഡിറ്റർമിനേഷൻ. ഈ 4 words വളരെ ഇമ്പോർട്ടൻ്റ് ലൈഫിൽ, ഞങ്ങളുടെ ലൈഫിലും ഞങ്ങളുടെ ജേർണിയിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഓരോ കേസിലും നമ്മൾ ഫെയിൽ ചെയ്യുമ്പോൾ വി വർ ഡിറ്റർമിൻഡ് ദാറ്റ് നമ്മൾ ഒരു ദിവസം ഇത് സക്സസ്ഫുൾ ആക്കും എന്നുള്ളത്. അത് ഒരു പരിധി വരെ ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും പിന്നെ മറ്റ് ബിസിനസ്സിൻ്റെ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ നിങ്ങളുടെ സംസാരങ്ങൾ, മീൻസ് നേരത്തെയുള്ള ഹാർഡ് വർക്കിൻ്റെ സംസാരം, മറ്റ് മോട്ടിവേഷണൽ സ്പീച്ചിൽ നിന്നൊക്കെ കേട്ടത്. അതൊരു ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഏത് ബിസിനസ് ആണെങ്കിലും ബാങ്ക് ലോൺ ധാരാളം ഉണ്ടാകും. അതുപോലെ തന്നെ വാഹനങ്ങൾ സ്വാഭാവികമായിട്ടും ലോണിലാണ് എടുക്കുക. പക്ഷേ അത് പലിശയാണെന്നും പറഞ്ഞിട്ട് ഒട്ടും ലോണില്ല എന്ന് ഞാൻ കേട്ടത് ശരിയാണോ? അതിൻ്റെ ഒരു വസ്തുത അതെങ്ങനെ മാനേജ് ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുമ്പം അതിൽ വാല്യൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂസ് എന്ന് പറയുന്നത് കുറേ വാല്യൂസ് ഉണ്ട്. പല ആളുകൾക്കും പല വാല്യൂ സിസ്റ്റം ഉണ്ടാവും. ഞാൻ ബിലീവ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ടീം ബിലീവ് ചെയ്യുന്ന ഒരു വാല്യൂ സിസ്റ്റം പ്രകാരം ഞങ്ങൾ പലിശ വാങ്ങില്ല, കൊടുക്കില്ല, റൈറ്റ്? അപ്പം അത് രണ്ടും തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പലിശ തൊടാൻ പാടില്ല എന്നുള്ളൊരു ഡിസിഷൻ ഞങ്ങൾ തുടക്കത്തിലെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജേർണിയിൽ ഞങ്ങൾ ഇന്നും ഒരു 0 debt കമ്പനിയാണ്. ഒരു പൈസ പോലും പലിശയില്ല, ഒരു പൈസ പോലും ഞങ്ങൾ പലിശ കൊടുക്കാറില്ല, ഒന്നുമില്ല. വണ്ടികളടക്കം ഒന്നുമില്ല. അത് എത്ര എളുപ്പമൊന്നുമല്ല, അത് എഗെയിൻ അത് എത്ര എളുപ്പമൊന്നുമല്ല. ബട്ട് ഫസ്റ്റ് തിങ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യു ബി ഡിറ്റർമിൻഡ്. നമ്മുടെ ഡിറ്റർമിനേഷൻ എന്ന് വെച്ചാൽ നമുക്ക് വെറും പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ബിസിനസ് അല്ല, നമ്മുടെ വാല്യൂസ് പ്രൂവ് ചെയ്യാനുള്ള ബിസിനസ് കൂടിയാണ്. ഇന്ത്യൻ ഇക്കോസിസ്റ്റത്തിൽ പലിശ ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യണം എന്ന് ഞങ്ങൾ ഡിറ്റർമിൻഡ് ആയിരുന്നു. ആ ഡിറ്റർമിനേഷൻ ഞങ്ങളൊരു പരിധിവരെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബട്ട് മൈൽസ് ടു ഗോ. അതുപോലെ ഈ വാല്യൂ സിസ്റ്റം പറഞ്ഞല്ലോ, വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ടും ഒരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം നിങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടിയതായിട്ട് ബന്ധപ്പെട്ടത്, അതിൻ്റെ ഒരു സമ്മറി പറയാൻ പറ്റുമോ? നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാര്യങ്ങൾ എളുപ്പമല്ലായിരുന്നു. കാരണം നമ്മൾ ഒന്നാമത് ചെയ്യുന്ന ബിസിനസ് ഇഡ്ഡലി ബിസിനസ്സാണ്. ഇഡ്ഡലി മാവ് പാക്ക് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അത്രത്തോളം മാർക്കറ്റിൽ ഒരു റെസ്പെക്റ്റ് ഒന്നും കിട്ടില്ല ഞങ്ങൾക്ക്. കാരണം ആരും ഒരു വാല്യൂ അഡീഷനെ കാണുന്നില്ലായിരുന്നു ബിസിനസ്. മാത്രമല്ല ഞങ്ങളുടെ ബിസിനസ് അത്ര ഫാൻസി ബിസിനസ്സൊന്നുമല്ല. ഒരാൾ കേൾക്കുമ്പോൾ തന്നെ ഇഡ്ഡലി ബിസിനസ്സോ അരിക്കച്ചവടോ എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പം ഒന്നാമത് നമുക്ക് ബാങ്ക് ലോൺ എടുക്കാൻ പറ്റില്ല ഞങ്ങളുടെ വാല്യൂ സിസ്റ്റം പ്രകാരം. പിന്നെയുള്ള ഒരു ഇൻവെസ്റ്റർ കിട്ടാൻ അത്ര എളുപ്പമല്ല. കാരണം അവർക്ക് ഇതിൻ്റെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഇത്ര മനസ്സിലാക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബിസിനസ്സിനകത്ത് ഞങ്ങൾ ചെയ്തത് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ചെറിയ പൈസ ഇൻവെസ്റ്റ് ചെയ്തത്. ഒരു 50,000 രൂപയാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് ആകെ. 50,000 രൂപയ്ക്ക് ഞങ്ങൾ ഒരു ഗ്രൈൻഡർ വാങ്ങിച്ച്, ഒരു മിക്സർ, ഒരു വെയിങ് സ്കെയിൽ, ഒരു സീലിംഗ് മെഷീൻ, ഒരു സെക്കൻഡ് ഹാൻഡ് TVS സ്കൂട്ടിയും വാങ്ങിച്ചു. ആക്ച്വലി ഐഡിയൻ ബിസിനസ്സിൽ പോയ ഇൻവെസ്റ്റ്മെൻറ്റ് അത് മാത്രമാണ്. ആകെ പോയ ഇൻവെസ്റ്റ്മെൻറ്റ് അത് മാത്രമാണ്. പിന്നെ ലേറ്റസ്റ്റ് സ്റ്റേജിനകത്ത് പലരും വന്നിട്ടുണ്ട്. ബട്ട് ഇനീഷ്യൽ സ്റ്റേജിന് അത് മാത്രമാണ് നമ്മൾ പോയത്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളുടെ റോള് ഡെയിലി മാർക്കറ്റിൽ പോവുക, റൈസ് വാങ്ങിക്കുക, ദാല് വാങ്ങിക്കുക, അരിയും പരിപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് ക്ലീൻ ചെയ്ത്, വാഷ് ചെയ്ത്, സോക്ക് ചെയ്ത്, അരച്ച്, ഫെർമെൻറ്റ് ചെയ്ത്, പാക്ക് ചെയ്ത്, മിക്സ് ചെയ്ത് പാക്ക് ചെയ്ത് പാക്കറ്റിൽ പിന്നെ ഈ TVS സ്കൂട്ടി കയറ്റിയിട്ട് കൊണ്ടുപോയിട്ട് സ്റ്റോറിൽ വെക്കലായിരുന്നു. പലരും പല റോളാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിൽ ഞങ്ങൾക്ക് എവിടെ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാനില്ല, ബാങ്ക് ലോൺ എടുക്കാൻ പറ്റില്ല. സോ ഒറ്റൊരു ഓപ്ഷൻ ഉള്ളത് കയ്യിലുള്ള പൈസ ഇട്ടിട്ട് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 50,000 രൂപ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ.
അത് വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് മാത്രമാണ് ബിസിനസ് ഗ്രോ ചെയ്യുന്നത്. അന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 വണ്ടിയുണ്ട്, ഒരു 5-6 സ്റ്റാഫുണ്ട്. ഒരു ചെറിയ ബിസിനസ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2008 ടൈമിലാണിത്. ആ സമയത്ത് പുതിയ പല പ്രൊഡക്ട്സും ട്രൈ ചെയ്യാൻ തുടങ്ങി. കാരണം ഞങ്ങൾക്ക് പിന്നെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നില്ല. അപ്പം പുതിയ ബിസിനസ് സെയിം പ്രൊഡക്റ്റ് നമുക്ക് കൂടുതൽ സ്റ്റോറിലെത്തിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ വണ്ടികൾ വേണം, കൂടുതൽ ഫാക്ടറി വേണം. അതൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് കൂടുതൽ പ്രൊഡക്റ്റ് വിൽക്കാൻ ട്രൈ ചെയ്യാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ കുറച്ച് പുതിയ പ്രൊഡക്ട്സ് ട്രൈ ചെയ്തു. അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റായിരുന്നു ഈ ഡയമണ്ട് കട്ട്സ് എന്നുള്ളത്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയുക പെട്ടിയപ്പം എന്ന് പറയും, 6-ാം നമ്പർ എന്നൊക്കെ പറയും. അതിൻ്റെ 2 വേർഷൻ ഉണ്ടായിരുന്നു. ഒരു സ്വീറ്റ് വേർഷൻ ഉണ്ടായിരുന്നു, ഒരു ചില്ലി വേർഷൻ ഉണ്ടായിരുന്നു, സ്പൈസി വേർഷൻ. ആ സ്പൈസി വേർഷൻ വാസ് ഡൂയിങ് വെൽ ഇൻ ദ മാർക്കറ്റ്. ഒരു ദിവസം എനിക്കൊരു കോൾ വന്നു. ഒരു ലാർജ് ഹോട്ടൽ ഗ്രൂപ്പ്, താജ് ഹോട്ടലിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ബാംഗ്ലൂരിലുള്ള, അവർക്ക് കൂടുതൽ നല്ല ഹൈ വോളിയം പിന്നെ ഈ പറഞ്ഞ പ്രോഡക്റ്റ് സ്പൈസി ഡയമണ്ട് കട്ട്സ് വേണം എന്നുള്ള, thousands of kgs of diamond cuts. It was like a dream come true situation for a startup entrepreneur. We were struggling. നമ്മൾക്ക് അന്ന് 2 അറ്റം മുട്ടിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു ലെവലിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഹ്യൂജ് ഓർഡർ വരുന്നത്. ഈ ഒരു ഹ്യൂജ് ഓർഡർ കൊണ്ട് ഞങ്ങൾക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാവുമായിരുന്നു. മാത്രമല്ല നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് നമുക്കൊരു എന്താ പറയുക, ആ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് മാറി കിട്ടും. ഈ ഒരു ഓർഡർ കിട്ടിയപ്പം നമ്മളെ ടീം ഭയങ്കര ത്രിൽഡായിരുന്നു. എങ്ങനെയെങ്കിലും ഈ ഓർഡർ സെർവ് ചെയ്യണം, എന്നിട്ട് ബിസിനസ് ഗ്രോ ചെയ്യണം എന്നുള്ളതിലുണ്ടായിരുന്നു. ഒരു ഗോൾഡൻ ചാൻസ് ആണ്. മാത്രമല്ല അത്ര ലാർജ് ഒരു ഗ്രൂപ്പാണല്ലോ ഓർഡർ കിട്ടിയത്. മാത്രമല്ല അന്നത്തെ ഓർഡർ വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു കൊല്ലത്തേക്കുള്ള ഓർഡർ വാല്യൂ ആണ് ആക്ച്വലി ഈ ഒരു ഒരൊറ്റ ഓർഡർ കിട്ടുന്നത്. മാത്രമല്ല മിനിമം ഒരു 25 lakhs പ്രോഫിറ്റ് കിട്ടുന്ന പെർ ഇയർ പ്രോഫിറ്റ് കിട്ടുന്നൊരു ഓർഡറായിരുന്നു. അത് നമ്മൾ സത്യം പറയുകയാണെങ്കിൽ വി വാസ് സീയിങ് ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ടണൽ, റൈറ്റ്? ആ ഒരു ലെവലിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ കുറച്ചും കൂടി ഗ്രീഡി ആയിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ആർത്തി കൂടി എന്ന് വേണേൽ പറയാം. എന്നിട്ട് ഐ ഡിസൈഡ് ടു മീറ്റ് ദ ഷെഫ്. ഈ ഹോട്ടൽ ഗ്രൂപ്പിൻ്റെ ഷെഫിനെ മീറ്റ് ചെയ്തിട്ട് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പഠിക്കാൻ ട്രൈ ചെയ്തു. എൻ്റെ ഉദ്ദേശം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതേ സെയിം ഐഡിയ വെച്ചിട്ട് എനിക്ക് മറ്റുള്ള ഹോട്ടലിൽ പോയി വിൽക്കാം, കൂടുതൽ പൈസ ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു ഗ്രീഡിൽ നിന്നാണ് ഈ ഒരു ഡിസ്കഷൻ വന്നത്. അങ്ങനെ അയാളെ മീറ്റ് ചെയ്തപ്പം ഹി വാസ് എ വെസ്റ്റേണർ, റൈറ്റ്? അവനോട് പറഞ്ഞു വി ലവ്ഡ് യുവർ പ്രൊഡക്റ്റ്, റൈറ്റ്, ആൻഡ് വി വോണ്ട് ടു യൂസ് ഇറ്റ് ആസ് എ ബാർ സ്നാക്ക്. ബാർ സ്നാക്ക്? ഐ വാസ് കൺഫ്യൂസ്ഡ്. ഞാൻ ആദ്യമായിട്ട് ആക്ച്വലി ആ ഒരു വേർഡ് കേൾക്കുന്നത് തന്നെ. അങ്ങനെ തിരിച്ചു വന്ന വഴിക്ക് ഐ ടോക്ക് ടു മൈ പാർട്ട്നേഴ്സ്. പലർക്കും പല വ്യൂ ഉണ്ടായിരുന്നു. ബിസിനസ് വാസ് കോൺഫ്ലിക്റ്റ് വിത്ത് ദ വാല്യൂ സിസ്റ്റം. അങ്ങനെ ഞങ്ങൾ വി ഡിബേറ്റഡ്, റൈറ്റ്? ഫൈനലി വി ഡിസൈഡഡ് ടു റിജക്ട് ദിസ് ഓർഡർ. ആ ഓർഡർ ഞങ്ങൾ റിജക്റ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഞാൻ പേഴ്സണലി ഐ കോൾഡ് അപ്പ് താജ് ഷെഫ് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാർ, വാല്യൂ റിലേഷൻഷിപ്പ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി വിൽ നോട്ട് ബി ഏബിൾ ടു ഫുൾഫിൽ ദിസ് ഓർഡർ എന്ന് പറഞ്ഞു. ഹീ ഷൗട്ടഡ് ബാക്ക് അറ്റ് മീ. ഞാൻ ആക്ച്വലി ഫോൺ താഴ്ത്തു വെച്ചിട്ട് എനിക്ക് കരച്ചിട്ട് വന്നു. സത്യം പറയുകയാണെങ്കിൽ കരച്ചിട്ട് വന്നത് ഒരിക്കലും ആ ഓർഡർ പോയതുകൊണ്ടല്ല. കരച്ചിട്ട് വന്നത് ആക്ച്വലി ഇത്ര പോലത്തെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ദൈവം തമ്പുരാൻ ഒരു മോസ്റ്റ് ഡിഫിക്കൽട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കറേജ് തന്നില്ലേ, അതിനാണ് കരച്ചിട്ട് വന്നത്. അവിടെയാണ് വാല്യൂ സിസ്റ്റം. അപ്പോൾ എൻ്റെ മെസ്സേജ് അഗെയിൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിലൊക്കെ എല്ലാവർക്കും ഷോർട്ട് കട്ട്സ് എടുക്കാൻ ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. നമുക്കൊക്കെ ലൈഫിൽ എളുപ്പത്തിൽ കിട്ടുന്ന കാര്യം ചെയ്തെടുക്കണം എന്നുള്ള എപ്പോഴും നമ്മൾ ഷോർട്ട് കട്ട്സ് അവോയ്ഡ് ചെയ്യണം. ഷോർട്ട് കട്ട്സ് ലൈഫിൽ അവോയ്ഡ് ചെയ്യൽ നിർബന്ധമാണ്. അതിനകത്ത് നമ്മളുടെ വാല്യൂ സിസ്റ്റം കോംപ്രമൈസ് ചെയ്തിട്ട് ഒരു കാരണവശാലും നമ്മൾ ഏൺ ചെയ്യാൻ പാടില്ല. കാരണം പൈസ ഉണ്ടാക്കാനുള്ള എളുപ്പ വഴി കുറേ ഉണ്ട്. ബട്ട് ആ വഴി നമുക്ക് സ്ട്രേറ്റ് പാത്താണോ? അല്ല, ഒരിക്കലും അല്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ലിക്വർ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ചെയ്യേണ്ട എന്നുള്ള ഡിസിഷൻ ഞങ്ങളുടെ ഡിസിഷനാണ്, റൈറ്റ്? അതത്ര എളുപ്പമല്ലായിരുന്നു. ബട്ട് ആ ഡിറ്റർമിനേഷൻ ഹെൽപ്ഡ്. ഞാൻ ആദ്യം പറഞ്ഞ ദി പവർ ഓഫ് ഡിറ്റർമിനേഷൻ വാസ് ദ കീ. ഇപ്പോൾ ഈ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ബാംഗ്ലൂരാണ്. അതെ. ഇപ്പോൾ അത് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിച്ചിട്ടുണ്ടോ? നമ്മളിപ്പം 24 സിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ 1600 ടീം സ്റ്റാഫുണ്ട് നമ്മുടെ കൂടെ. 1600 സ്റ്റാഫുണ്ട്. അതെ. ഓക്കെ. എല്ലാ ഒരു ദിവസം നമ്മൾ കൊടുക്കുന്ന ഇഡ്ഡലി മാവ് വെച്ചിട്ട് ഏതാണ്ട് ഒരു 12 ലക്ഷം ആളുകൾ
ഡെയിലി ഇഡ്ഡലി കഴിക്കുന്നു. 12 ലക്ഷം ആളുകളെ ഇഡ്ഡലി കഴിപ്പിക്കുന്ന ആളാണ് ഈ ഇരിക്കുന്നത്. ഡെയിലി അതാണ് ഈ ഫുഡിന്റെ വേറെ പ്രശ്നം. അതാണ് ഡെയിലി തന്നെ സെർവ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും മാത്രമല്ല, ഇഡ്ഡലി മാത്രമല്ല, നമ്മൾ പൊറാട്ടാസും ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു 8 lakhs 8 ലക്ഷം വീട്ടിൽ ചെയ്യുന്നതിന് പകരം ഇത് ഡിപ്പെൻഡ് ചെയ്യണം, ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുന്നു എന്നുള്ള കാര്യം. പിന്നെ ഈ നിങ്ങൾ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് ആദ്യം ഇൻവെസ്റ്റേഴ്സ് ഇല്ല, അതുപോലെ നിങ്ങളുടെ കയ്യിലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഇപ്പം നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ടോ? അങ്ങനെയുള്ളവരെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം? ഇപ്പം ID ബിസിനസ്സിനകത്ത് 2 മേജർ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2014 ഹീലിയോൺ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞൊരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്തത്. അവർ 35 crores ഇൻവെസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് അത് വെച്ചിട്ട് ഞങ്ങൾ പുതിയ സിറ്റികളിലൊക്കെ എക്സ്പാൻഡ് ചെയ്തത്. ഇപ്പം അസീം പ്രേംജി ഒരു 150 crores ഇൻവെസ്റ്റ് ചെയ്തു. ഐഡിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അത് വെച്ചിട്ട് ഞങ്ങൾ പുതിയ ഫാക്ടറിയൊക്കെ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ വേൾഡ് ക്ലാസ് ഫാക്ടറീസ് ബിൽഡ് ചെയ്യുന്നുണ്ട് എല്ലാ സിറ്റികളിലും. അതിനിടയ്ക്ക് നിങ്ങൾ ഒരു വട, നമ്മളൊരു നാടൻ സംഭവമാണ്, എന്ത് വട എന്നാണ് പറയുക, ഉഴുന്ന് വട എന്ന് പറയുന്ന സാധനം, അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കാണാൻ ഇടയായി. വീഡിയോ വ്യൂസിനോട് കാണിക്കാം. അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് പറയാമോ? ഉഴുന്നുവട എന്നുള്ള പ്രോഡക്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്നാക്കാണ്. ഈവനിങ് സ്നാക്ക് ആയിട്ട് നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്നു. മാത്രമല്ല സൗത്ത് ഇന്ത്യൻസിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കോമ്പിനേഷൻ ഇഡ്ഡലി വട സാമ്പാറാണ്. ഇഡ്ഡലി അപ്പം വട ഇല്ലാതെ നമ്മൾക്കൊരു ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആവുന്നില്ല. ഐ മീൻ ആ ഇഡ്ഡലി വട കോമ്പിനേഷൻ കംപ്ലീറ്റ് ആവുന്നില്ല, അല്ല ഇഡ്ഡലി മീൽ കംപ്ലീറ്റ് ആവുന്നില്ല. നമ്മൾ ഏതാണ്ട് 10 വർഷം കൊണ്ട് കുറേ ആളുകൾക്ക് വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് നമ്മൾ കൊടുത്തു. അത് ഇഡ്ഡലി ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരുന്നു. നമ്മൾ മാവ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് ആ പാക്കറ്റിൽ തന്നെ നേരിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള ഇന്നോവേഷൻ ഞങ്ങൾ ചെയ്തിരുന്നു, പാക്കേജിങ് ഇന്നോവേഷൻ. വട എന്നുള്ള പ്രൊഡക്റ്റ് സ്റ്റാർട്ടഡ് ഡിസിപ്പറിങ് ഫ്രം ഇന്ത്യൻ ഹോംസ് ബിക്കോസ് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് സ്നാക്ക് ടു മേക്ക് അറ്റ് ഹോം. അതിന് വട ഉണ്ടാക്കുമ്പോഴുള്ള ഒരു 3-4 പ്രശ്നം പറയുകയാണെങ്കിൽ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് വടേൻ്റെ ഷേപ്പും സൈസും ടേസ്റ്റും അല്ല, അതിൻ്റെ ഓട്ടയാണ്, ഹോള്. ആ ഹോളില്ലെങ്കിൽ വടയില്ല, അതായത് തുളയില്ലെങ്കിൽ വടയില്ല എന്നാണ് പറയുക. അപ്പം ഇത് എങ്ങനെ തുളയിടാം എന്നുള്ള ഒരു വ്യൂവിൽ ഞങ്ങൾ കുറേ കാലം വർക്ക് ചെയ്തു. എൻ്റെ കസിൻ co-founder നാസർക്കാണ് ആ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്തത്. അത് എന്നിട്ട് നമ്മൾ ഇവിടെ ഫെയിൽ 100 times, റൈറ്റ്? 100 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടാവും ആ ഒരു വടക്ക് തുളയിടാൻ, റൈറ്റ്? അതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷേപ്പ് കിട്ടുമ്പോൾ സൈസ് കിട്ടില്ല, സൈസ് കിട്ടുമ്പോൾ ടേസ്റ്റ് കിട്ടില്ല, ഇതൊക്കെ കിട്ടിയാലും എൻ്റെ തുള കിട്ടില്ല. ബട്ട് ഈ 90th ടൈം നമ്മൾ ഫെയിൽ ആകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പോയിന്റ് എന്ന് വെച്ചാൽ വി വിൽ ഡിറ്റർമിൻഡ് ദാറ്റ് വി വിൽ ഡു ഇറ്റ് വൺ ഡേ. ഞാൻ അത് പറഞ്ഞ പോലെ ആ പവർ ഓഫ് ഡിറ്റർമിനേഷൻ റിയലി ഹെൽപ്ഡ്. ഞങ്ങളത് വി ഡിഡ്ന്റ് ഗിവ് അപ്പ്. തുള ഇടും എന്ന് ഞങ്ങൾ ഡിസിഷൻ എടുത്താണ്. ടുക്ക് us 3 years ടു ബിൽഡ് ഇറ്റ്. വി ഫെയിൽ 100 times. ബട്ട് ആ ഫെയിലിയറിന്ന് ഞങ്ങൾ പഠിച്ചു. ടുഡേ വി ആർ ഏബിൾ ടു ടേക്ക് റൈറ്റ് ഡിസിഷൻസ് ഫ്രം അവർ എക്സ്പീരിയൻസ്. ഞങ്ങൾ എക്സ്പീരിയൻസ് ആണ് ഞങ്ങളിപ്പം റൈറ്റ് ഡിസിഷൻ എടുക്കുന്നത്. ബട്ട് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടിയേ ഫ്രം അവർ ഫെയിലിയേഴ്സ്. ഞങ്ങൾ ഫെയിൽ ചെയ്ത് മാത്രമാണ് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടിയത്. സോ ഡിറ്റർമിനേഷൻ്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ വില്ലിങ്നെസ് ടു അക്സെപ്റ്റ് ഫെയിലിയർ. കാരണം ഈ ലൈഫിൽ എന്തായാലും നമ്മൾ ഫെയിൽ ചെയ്യും. അല്ല, ഞങ്ങളുടെ വട പ്രൊജക്റ്റ് അല്ലെങ്കിൽ വടക്ക് തുളയിടാനുള്ള ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ 3 വർഷം എടുത്തു. 100-ലധികം പ്രാവശ്യം നമ്മൾ ഫെയിലായി. അതിൽ നിന്ന് ഒരു പാടുള്ളത് അല്ല, നമ്മൾ കാര്യം ഡിറ്റർമിൻ ചെയ്താൽ അത് വൺ ഡേ യു വിൽ അച്ചീവ് ഇറ്റ്. അച്ചീവ് ചെയ്യുന്നതിന് ഇടയ്ക്ക് നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഞങ്ങളുടെ കേസിനകത്ത് ഈ പറയുന്ന 100 പ്രാവശ്യം ഫെയിലാകുമ്പോൾ, അല്ല 100-ലധികം പ്രാവശ്യം ഫെയിലാകുമ്പോൾ ഞങ്ങൾ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലോകത്താരും വടക്ക് തുളയിടാനുള്ള പ്രൊജക്റ്റ് ഏറ്റെടുക്കില്ല, റൈറ്റ്? അതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ഇപ്പം വട വിത്ത് എ ഹോൾ എന്നുള്ള പ്രൊജക്റ്റ് ഹാസ് ബിക്കം എ കേസ് സ്റ്റഡി ഇൻ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ദ വേൾഡ്, റൈറ്റ്, ഇൻക്ലൂഡിങ് ഹാർവാർഡ്, റൈറ്റ്? അത് UN-ലെത്തി, റൈറ്റ്? മാത്രമല്ല ഇപ്പം ഞങ്ങൾക്ക് വേൾഡിൻ്റെ പല ഭാഗത്തുനിന്നും റിക്വസ്റ്റ് വരുന്നത് സെയിം പ്രോഡക്റ്റ് ഡോണട്ട്സിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഡോണട്ട്സും ആക്ച്വലി വടാൻ്റെ ഷേപ്പാണ്. അപ്പോൾ സെയിം പ്രോഡക്റ്റ് അല്ലെ സെയിം പാക്കേജിങ്ങിൽ ഡോണട്ട്സ് ഉണ്ടാക്കാനുള്ള റിക്വസ്റ്റ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ വേൾഡ് വരുന്നുണ്ട്. This is no ordinary snack, a South Indian speciality. It's a favorite in homes across India. ID decided to turn its attention on this age-old problem and transform the complex art of vada making into a science for everyone.
And the key ingredient? Common sense. A path-breaking little big invention. The spout that shapes batter into vadas with the hole. And that's it. Just delicious crispy vadas. അപ്പോൾ പിന്നെ ധാരാളം പാഠങ്ങൾ ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട പാഠം ഇത് തന്നെയാണ്, ഫെയിലിയർ. ജീവിതത്തിൽ എന്തായാലും പരാജയപ്പെട്ട് അവിടെ നിന്ന് ഗിവപ്പ് ചെയ്ത് അത് ഉപേക്ഷിച്ച് ഞാൻ രക്ഷപ്പെടില്ല എന്ന് വിചാരിക്കുന്നതല്ല. പകരം ഉയർത്തെഴുന്നേറ്റിട്ട് നമ്മുടെ തീരുമാനം എന്താണോ അവിടെ വരെ യാത്ര ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, പിന്നെ നിങ്ങൾ ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്നതിനിടയിലും ഈ അടുത്ത് ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വളരെ വൈറലായ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പിന്നെ നിങ്ങൾ UN സംസാരിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി സംസാരം. അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കും. ഞാൻ ഈ നാട്ടുപുറത്തുകാരനാണ്. റൈറ്റ്, മലയാളം എഴുതി പഠിച്ച ആളാണ്. ഇംഗ്ലീഷിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നു എനിക്ക്. ഞാൻ അങ്ങനെയാണ് എഞ്ചിനീയറിംഗ് ടൈമിനാണ് സത്യം പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നത്. ബട്ട് ഇംഗ്ലീഷ് മനസ്സിലാക്കാനേ പറ്റുള്ളൂ, പറയാൻ പറ്റില്ല. മാത്രമല്ല ഞാൻ ലൈഫിൽ ഒരു കാലത്തും സ്റ്റേജിൽ കയറിയിട്ടില്ല. അങ്ങനെ ഞാൻ എഞ്ചിനീയറിംഗിൻ്റെ ഫൈനൽ ഇയറിൽ നമുക്ക് ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അതിനകത്ത് ആ സബ്ജക്റ്റ് ഐ ഹാഡ് ടു പ്രസൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഫാക്കൽറ്റി. ഐ വാസ് വെൽ പ്രിപ്പയർഡ്. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരുന്നു. ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. ആ സ്റ്റേജിൽ കയറി ആദ്യത്തെ 1 മിനിറ്റ് ഉടനെ കാലിലെ മുട്ടൊക്കെ വറക്കാൻ തുടങ്ങി. എനിക്കൊരു വാക്ക് പോലും പറയാൻ പറ്റിയില്ല. ഒരു വാക്ക് പോലും പറയാതെ ഞാൻ തിരിച്ച് ഇറങ്ങിപ്പോന്നു, കരഞ്ഞോട് ഇറങ്ങിപ്പോന്നു. ഐ ക്രൈഡ് ദാറ്റ് ഡേ, റൈറ്റ്. ബട്ട് that day I determined that I will become a speaker one day. I will become a public speaker one day in my life എന്ന്. അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ട് സംസാരിക്കാനുള്ള പ്രാക്ടീസ് തുടങ്ങുന്നത്. ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള പ്രാക്ടീസ് തുടങ്ങി. വിത്തിൻ 1 year ദിസ് ഹാപ്പൻഡ്. ഈ ഒരു ഡിറ്റർമിനേഷൻ എനിക്ക് വന്നത് കഴിഞ്ഞൊരു 1.5 years ബാക്കാണ്. ഒരു 1 year മുമ്പ് ഞാൻ ഡിസൈഡ് ചെയ്തു അങ്ങനെ ഐ വിൽ ബിക്കം എ പബ്ലിക് സ്പീക്കർ എന്ന് ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഒരു വിത്തിൻ 1 year ഐ ഗോട്ട് എ കോൾ ഫ്രം ഹാർവാർഡ് ബിസിനസ് സ്കൂൾ, റൈറ്റ്, ടു ഷെയർ ID സ്റ്റോറി. അത് ആ സ്റ്റോറി ഹസ് ബിക്കം വൈറൽ അഗെയിൻ. ഐ തിങ്ക് ഹാർവാർഡിൻ്റെ ഹിസ്റ്ററിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീച്ച് ആയിട്ടാണ് റേറ്റ് ചെയ്തത് ആ സ്പീച്ച്. I was well prepared, right. അത് ബൈ ചാൻസ് അല്ലായിരുന്നു, ഇറ്റ് വാസ് ബൈ ചോയ്സ്. അത് ഇറ്റ് ഡിഡ് വെരി വെൽ. ആൻഡ് ദെൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഐ ഓൾസോ ഗോട്ട് എ കോൾ ഫ്രം UN. അങ്ങനെ UN പോയിട്ട് അങ്ങനെ UN ID സ്റ്റോറി പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ പഠിച്ച കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് എൻ്റെ ഉപ്പാൻ്റെ ഡിറ്റർമിനേഷനാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഞാൻ 6ാം ക്ലാസ്സിൽ തോറ്റ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് കൂലിപ്പണിക്ക് പോകുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ ഡിറ്റർമിനേഷനാണ് എന്നെ തിരിച്ച് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടത്. ആ ഉപ്പാൻ്റെ ഡിറ്റർമിനേഷനാണ് എന്നെ അവിടെ നമ്മൾ പഠിപ്പിച്ചത്. എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ കുടുംബവും സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉള്ളത്. എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ പട്ടിണി കിടക്കുകയായിരുന്നു, എനിക്കറിയാമായിരുന്നു. അത് കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഡിറ്റർമിനേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഫോർ എനി വൺസ് ലൈഫ്. എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ ഡിറ്റർമിൻ ചെയ്തുകൊണ്ടാണ്, എല്ലാവരും ഡിറ്റർമിനേഷൻ റിസൾട്ടാണ് ഇന്ന് ഒരു പരിധി വരെ എൻ്റെ സക്സസ്സിനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐഡിയയുടെ സക്സസ്സിനും കാരണമായത്. സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ഡെസ്റ്റിനി, ഇറ്റ്സ് എ ജേണി, റൈറ്റ്. അതങ്ങനെ ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോഴും എനിക്ക് അത്ഭുതമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. ഈ ഹയർ സെക്കൻഡറി അധ്യാപകനായിരിക്കുമ്പോൾ ധാരാളം കുട്ടികൾ ഇപ്പോഴും ഒരു എഞ്ചിനീയറിംഗ് കിട്ടാൻ കോഴിക്കോട് NIT അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടുപെടാണ്. അപ്പോൾ പഴയ കാലത്ത് കോച്ചിങ് സെൻ്ററൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും നിങ്ങൾ എങ്ങനെയാണ് ഇത്തരം ഒരു സാധാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ഗ്രാമത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്ന, ഉപ്പയൊന്നും എഡ്യൂക്കേറ്റഡ് അല്ല, അത്തരം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എന്നുള്ള ഒരു മോഹം വന്നത്? അങ്ങനെ ഒരു തീരുമാനം നിങ്ങളുടേതാണോ അതോ യാദൃശ്യമായിട്ടുണ്ടായതാണോ? എൻ്റെ സ്റ്റഡീസ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഈ നാട്ടിൽ തന്നെയായിരുന്നു. ഞാൻ ചന്ദ്രോട് സ്കൂളിൽ തന്നെയായിരുന്നു പഠിച്ചതൊക്കെ, ഗവൺമെൻറ് സ്കൂളിൽ. അവിടെ പഠനം വളരെ മോശമായിരുന്നു, കുറച്ച് കളിയെ കുറിച്ച് കൂടുതലുണ്ടായിരുന്നത്. സോ നാച്ചുറലി ഒരു ക്ലാസ് തോക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവിടെ. കഥയൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ ഞാൻ എൻ്റെ ഹൈസ്കൂൾ കഴിഞ്ഞത് ഇവിടെ തന്നെയാണ്, ചന്ദ്രോട് അടുത്ത് തരിയോട് സ്കൂളിൽ ആണ്. കാണുന്ന മുഴുവൻ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക,
സാധാ ഗവൺമെൻറ് സ്കൂളിൽ LP സ്കൂളും UP സ്കൂളൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ വയനാട് ജില്ലയിലെ അക്കാഡമിക് ബ്രില്യൻസ് കൊണ്ട് ഏറ്റവും ടോപ്പ് 10 10 പേരെടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ റാങ്ക് ചെയ്യുന്നത് 1ാമത്തോ 2ാമത്തോ റാങ്കിങ്ങിലുള്ള ഒരാളോടാണ് സംസാരിക്കുന്നത്. ആ രീതിയിലേക്ക് വളരാൻ സാധാരണ ഗവൺമെൻറ് സ്കൂൾ മതി എന്നതിനിടയ്ക്ക് ഓർമ്മിപ്പിക്കാം. സോ ഞാൻ അത് കഴിഞ്ഞിട്ട് 10th കഴിഞ്ഞു. 10th കഴിഞ്ഞിട്ട് 10th നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫറൂഖ് കോളേജിലെത്തുന്നത്. ഫറൂഖ് കോളേജിലെത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ സ്റ്റഡീസിൽ ഏറ്റവും പോകാൻ ഞാനായിരുന്നു. ശരി, ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് നമുക്ക് നല്ല മാർക്കൊക്കെ അന്ന് അവാർഡ് കിട്ടിയിരുന്നു. വയനാട്ടിലെ ഒരു ടോപ്പർ എന്നുള്ള ആ ലെവലൊക്കെ അവാർഡ് കിട്ടിയിരുന്നു. ബട്ട് ആക്ച്വലി കോഴിക്കോടത്തെ മനസ്സിലാകുന്നത് ദറ്റ്സ് നത്തിങ്. എൻ്റെ ക്ലാസ്സിൽ എനിക്ക് വന്നത് ഏറ്റവും കുറവ് മാർക്കുള്ള ഒരാളുടെ ഞാനായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ പ്രശ്നം പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ പഠിച്ച മലയാളം മീഡിയത്തിലാണ്. അവിടെ പോയിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ ക്ലാസ് എടുക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. ആ പ്രശ്നം ഇപ്പോഴും കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും, പഠിപ്പിച്ചു തരും. അങ്ങനെയാണ് കുറച്ചൊക്കെ പഠിച്ചെടുക്കുന്നത്. പിന്നെ എനിക്ക് വന്ന് ഒരു 4-5 മാസം കൊണ്ട് പറയുന്നതൊക്കെ മനസ്സിലാകാൻ തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഈ സെയിം ഫ്രണ്ടാണ് എൻ്റെ പേരിൽ ഒരു അഡ്മിഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, NIT കൊടുക്കുന്നത്. എനിക്കറിയാമല്ലോ ഫറൂഖ് കോളേജ് പഠിക്കും. NIT ഇതിനെപ്പറ്റി എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അവൻ കൊടുത്തു. ഞാൻ ടെസ്റ്റ് ചെയ്ത് ബൈ ചാൻസ് NIT കിട്ടി. ബൈ ചാൻസ് അല്ല, നല്ല റാങ്ക് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് കേരള ലെവലിൽ എനിക്ക് 63 റാങ്ക് ഉണ്ടായിരുന്നു. അന്ന് NIT കഴിഞ്ഞു, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു. കമ്പ്യൂട്ടർ സയൻസിൽ എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് ക്യാമ്പസ് ഇൻ്റർവ്യൂ കിട്ടി. അങ്ങനെയാണ് ബാംഗ്ലൂരിൽ എത്തുന്നത്. ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ പിന്നെ കുറച്ച് കാലം UK പോയി. കമ്പനി അവിടെ അയച്ചിട്ട് മോട്ടോറോള UK കുറച്ച് വർക്ക് ചെയ്തു. പിന്നെ ഞാൻ പിന്നെ കുറച്ച് നേരം സൗദിയിൽ പോയി. പിന്നെ കുറച്ച് ദുബായിൽ പോയി. പിന്നെ തിരിച്ച് ബാംഗ്ലൂർ എത്തുന്നത് ഹയർ സ്റ്റഡീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് ഇവിടെ എത്താൻ പറ്റുകയാണെങ്കിൽ, അതായത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്, റൈറ്റ്, ദെൻ എ ബിലോ ആവറേജ് സ്റ്റുഡൻറ്റ്, വെരി ലോ ഇൻ IQ, വെരി ഷൈ ഗൈ. എനിക്ക് പബ്ലിക് സ്പീക്കിങ്ങിനെ പറ്റി ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഇതൊക്കെ ഈ 10 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിൽ ആർക്കും എന്തും അച്ചീവ് ചെയ്യാം. ആകെ ചെയ്യേണ്ടത് യു ഹാവ് ടു ബി ഡിറ്റർമിൻഡ്. ഞാൻ ആദ്യം പറഞ്ഞ ഈ 4 വേർഡ്സ് ആണ് ലൈഫിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ദി പവർ ഓഫ് ഡിറ്റർമിനേഷൻ. ഞങ്ങളുടെ ജേണിയും ഞങ്ങളുടെ സക്സസിൻ്റെയും സമ്മറി അതാണ്, ദി പവർ ഓഫ് ഡിറ്റർമിനേഷൻ. എനിക്ക് സത്യത്തിൽ ഇപ്പോൾ ചോദ്യം ചോദിക്കാനോ അല്ല ഒന്നും പറ്റുന്നില്ല. ആ ഒരു വാക്ക് സത്യത്തിൽ ഈ പറഞ്ഞ ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ആണ്, അതിനകത്ത് ദ പവർ ഓഫ് ഡിറ്റർമിനേഷൻ ഇത് ഈ രീതിയിൽ അവതരിപ്പിക്കുക. അപ്പോൾ അതൊക്കെ എനിക്കൊക്കെ അറിയാം, ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാം. ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നല്ലതാണെന്നൊക്കെ അറിയാം. പക്ഷേ ഈ അർത്ഥത്തിൽ ജീവിതം കൊണ്ട് കാണിച്ചിരുന്നത് ഇപ്പോൾ ഈ പറഞ്ഞതിൽ നോക്കുക, വട ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഡിറ്റർമിനേഷൻ ആണെങ്കിലും, പബ്ലിക് സ്പീക്കർ ആവുന്ന കാര്യത്തിലാണെങ്കിലും, ബിസിനസ് തുടങ്ങുന്ന കാര്യത്തിലാണെങ്കിലും, എഞ്ചിനീയറിംഗ് IIMലേക്ക് പോകുന്ന കാര്യത്തിലാണെങ്കിലും, ഏതിലാണെങ്കിലും ഒരു ഡിറ്റർമിനേഷൻ എടുക്കുന്നു. പിന്നെ അതിൽ എന്ത് ഹർഡിൽസ് ഉണ്ടായാലും എന്ത് തടസ്സം ഉണ്ടായാലും നെവർ ഗിവ് അപ്പ്. ആ ഒരു തീരുമാനമാണ് നമ്മുടെ ജീവിതത്തിൽ. ഇതുപോലത്തെ ഒരു സ്റ്റോറിയെങ്കിലും പറയാൻ നമുക്ക് പറ്റണം. നമ്മൾ തീരുമാനിച്ചു, അതുകൊണ്ട് ഞാനത് നേടി എന്ന് പറയാൻ നമുക്ക് പറ്റണം. നമുക്ക് വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ട് അവസാനിപ്പിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, വാട്ട് ഈസ് നെക്സ്റ്റ്? എന്താണ് ഭാവി പരിപാടി? ഇത് ഇങ്ങനെ പോകാനാണോ, എന്താണ് എന്നുള്ളത്? ID എന്നുള്ള ഒരു ബിസിനസ്സിൽ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു പരിധിവരെ ഞങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു പരിധിവരെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് മൈൽസ് ടു ഗോ, റൈറ്റ്. ഞങ്ങളുടെ ഒരു ഡ്രീം എന്താണെന്ന് വെച്ചാൽ ഇത് ജനറേഷൻ വഴി ഇത് പോകണം. ഇഡ്ഡലി എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ലോകത്തെല്ലാ സ്ഥലത്തും എത്തിക്കാൻ പറ്റണം, റൈറ്റ്. എന്തുകൊണ്ട് ഒരു ബന്ന് കൊണ്ടുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ലോകത്ത് മുഴുവൻ സക്സസ്ഫുൾ ആക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ല ഒരു ചിക്കൻ ഫ്രൈ, റൈറ്റ്, ഒരു ബ്രാൻഡിട്ട് ലോകത്തിൽ മുഴുവൻ സക്സസ് ആക്കാൻ പറ്റുകയാണെങ്കിൽ, വേൾഡ്സ് ബെസ്റ്റ് ഫുഡാണ് ഇഡ്ഡലി, വേൾഡ്സ് മോസ്റ്റ് ന്യൂട്രീഷ്യസ് ഫുഡാണ് ഇഡ്ഡലി. ഞാൻ പറയുന്നതല്ല, PC മുസ്മാൻ്റെ വേർഡ്സ് അല്ലത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ വേർഡ്സാണ്, റൈറ്റ്. ആ ഒരു പ്രൊഡക്റ്റ് ലോകത്തെല്ലാ സ്ഥലത്തും എത്തിക്കാൻ പറ്റണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് നമുക്ക്. ദാറ്റ് ഇസ് ജസ്റ്റ് വൺ പാർട്ട് ഓഫ് ഇറ്റ്. ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രീം അല്ലെ ഡിറ്റർമിനേഷൻ എന്താണെന്ന് വെച്ചാൽ, വാല്യൂസ് കോംപ്രമൈസ് ചെയ്യാതെ ഇന്ത്യൻ ഇക്കോസിസ്റ്റം ഫോളോ ചെയ്തിട്ട്, ഇന്ത്യൻ വാല്യൂ സിസ്റ്റം ഫോളോ ചെയ്തിട്ട്, ഇന്ത്യയിൽ ലാർജ് ബിസിനസ്, പ്രോബബ്ലി വേൾഡ്സ് ബെസ്റ്റ് ഫുഡ് ബിസിനസ്, ഫ്രഷ് ഫുഡ് ബിസിനസ് ഇന്ത്യയിൽ ഉണ്ടാക്കി കാണിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക്. അതിന് ഒരിക്കലും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റണമെന്നില്ല, റൈറ്റ്. വി വിൽ നീഡ് more people to come in forward. എൻ്റെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ലൈഫിൽ നമുക്കൊക്കെ പല ഡ്രീംസ് ഉണ്ട്, പല ആഗ്രഹങ്ങളുണ്ട് പലർക്കും. വി ഓൾ വാണ്ട് ടു സീ എ ബെറ്റർ വേൾഡ്. എൻ്റെ ലൈഫിൽ നന്നാവണമെന്ന് ആഗ്രഹം, നിങ്ങൾക്കും ആഗ്രഹമുണ്ട്, റൈറ്റ്.
ബട്ട് നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നാൽ മതി അത് വരുന്നതാണ്. എൻ്റെ എക്സ്പീരിയൻസിന് ഇറ്റ്സ് നെവർ ബൈ ചാൻസ്, ഇറ്റ്സ് ബൈ ചോയ്സ്. നമ്മുടെ ചോയ്സാണ് നമ്മളോട് എന്നുള്ളത്. നമ്മളുടെ ലൈഫിൽ ദൈവം നമുക്കൊരു വഴി കാണിച്ചിട്ടുണ്ട്. ആ വഴി ഫോളോ ചെയ്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ വെറുതെ ഇരുന്നാൽ ഒരു കാരണവശാലും നടക്കില്ല. വി ഓൾ വാണ്ട് ടു സീ എ ബെറ്റർ വേൾഡ്, ബട്ട് വി വാണ്ട് ടു സീ someone else doing for us. That will never happen. Do it today. Never wait for tomorrow. കാരണം നാളെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഒരു കാരണവശാലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പം നമ്മളുടെ ലൈഫിൽ എല്ലാവർക്കും പല ആഗ്രഹങ്ങളുണ്ട്, പല ഐഡിയാസ് ഉണ്ടാവും. റൈറ്റ്? ഇഡ്ഡലി മാവ് എന്നുള്ള ചെറിയൊരു ബിസിനസ്സിലാണ് ഞങ്ങൾ ഒരു ഡീസൻറ്റ് ബിസിനസ് ബിൽഡ് ചെയ്തത്. അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു വൺ ഓഫ് ദ ടോപ്പ് ഫ്രഷ് ഫുഡ് ബിസിനസ്സാണ് ഇപ്പം ഐഡിയ എന്നുള്ളത്. അത് ബിൽഡ് ചെയ്തത് ഈ പറയുന്ന വെറും ഇഡ്ഡലി ബിസിനസ് എന്നാണ്. ഞാൻ വീഡിയോ എൻ്റെ ചെയ്യുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. ഇഡ്ഡലി ബിസിനസ് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ആലോചിക്കുമ്പം ചിലപ്പം ഒരു പരിധിവരെ നിങ്ങൾക്ക് ഐഡിയ ചെയ്തതുകൊണ്ട് വലുതാന്ന് തോന്നുന്നുണ്ടാവും. ബട്ട് നമുക്ക് ക്വിക്കൊരു മാത്സ് ചെയ്യാം. ബാംഗ്ലൂരിൽ മാത്രം ഒരു ദിവസം എത്ര ഇഡ്ഡലി കഴിക്കുന്നുണ്ടാവും? ബാംഗ്ലൂരിൽ ഏതാണ്ട് 1.3 crore പോപ്പുലേഷൻ ഉണ്ട്. 1.3 ആണ് ബാംഗ്ലൂരിലെ പോപ്പുലേഷൻ. 1.2 to 1.3. ഓൾമോസ്റ്റ് ഒരു 90% ബാംഗ്ലൂരിയൻസ് ഈറ്റ് ഇഡ്ഡലി. അതാണ് ബാംഗ്ലൂരിൻ്റെ എല്ലാവരും ഇഡ്ഡലി കഴിക്കുന്ന പോപ്പുലേഷനാണ് ബാംഗ്ലൂരിൽ. നാട്ടിലെല്ലാം ആണ്, പക്ഷേ ഞാൻ ബാംഗ്ലൂർ എക്സാമ്പിൾ പറയുന്നത്. ആവറേജ് ബാംഗ്ലൂരിയൻ ഈറ്റ് 3 meals ഇൻ എ ഡേ, വിച്ച് ഈസ് വീക്കിൽ എടുക്കുകയാണെങ്കിൽ 21 meals. ഈ 21 mealsൽ ഞങ്ങളുടെ ഒരു സ്റ്റഡി പ്രകാരം 3 to 4 meals ഇൻ എ വീക്ക് വിൽ ബി ഇഡ്ഡലി, ദോശ, ഉത്തപ്പം അല്ലെങ്കിൽ സെറ്റ് ദോശ, അതിന് കോമ്പിനേഷൻ ആയിരിക്കും. മാവ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ്. ആവറേജ് ഒരു മീലിൽ ഒരാൾ 3 അല്ലെങ്കിൽ 4 ഇഡ്ഡലി അല്ല ദോശ ആണ് കഴിക്കുന്നത്. സോ ആവറേജ് പെർ പേഴ്സൺ പെർ വീക്ക് ഒരു 16 ഇഡ്ഡലിയാണ് അല്ലെങ്കിൽ 16 ദോശയാണ് ഒരു ആവറേജ് ഒരു ബാംഗ്ലൂരിയൻ ഒരു വീക്കിൽ കഴിക്കുന്നത്. 16 into 1.2 crore പോപ്പുലേഷൻ്റെ 90% എടുക്കുകയാണെങ്കിൽ 16 കോടി ഇഡ്ഡലിയാണ് ഒരാഴ്ച ബാംഗ്ലൂരിൽ കഴിക്കുന്നത്. ഡിവൈഡ് ബൈ 7 എടുക്കുകയാണെങ്കിൽ മോർ ദാൻ 2 crore ഇഡ്ഡലിയാണ് ഒരു ദിവസം ബാംഗ്ലൂരിൽ കഴിക്കുന്നത്. ഈ 2 crore ഇഡ്ഡലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 200 ആനയുടെ സൈസാണ്. അതിനേക്കാളും വെയിറ്റ് ഉണ്ട് ഈ പറയുന്ന ഇഡ്ഡലിക്ക്, ബാംഗ്ലൂർ കഴിക്കുന്ന ഇഡ്ഡലിക്ക്. റൈറ്റ്? അത് 10,000 കോടി ബിസിനസ്സാണ്. 10,000 കോടിൻ്റെ ബിസിനസ്സാണ് വെറും ഇഡ്ഡലി ബിസിനസ്സിന് ബാംഗ്ലൂർ. സെയിം കാര്യം നിങ്ങൾ ചെന്നൈയിൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ 10 ഇരട്ടിയായിരിക്കും. അല്ല 10 ഇരട്ടി മേ ബി എക്സ്ട്രാപ്ലേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ എക്സ്ട്രീം ആയിരിക്കും. ലെറ്റ്സ് സേ ഒരു 3 times എന്തായാലും ഉണ്ട്. കാരണം ചെന്നൈ ഈറ്റ് ഇഡ്ഡലി ദോശ 5 times a day, നോട്ട് 3 times in a week. അതുകൊണ്ട് തന്നെ ലൈഫിൽ കോമൺ സെൻസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമുക്കൊന്നും ഇല്ലാതെ പോകുന്നത് തന്നെയാണ് ഒരു പരിധി വരെ. നമ്മളൊക്കെ എല്ലാവരും വലിയ എന്താണ് കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന പോകും കാര്യങ്ങളൊക്കെ. ബട്ട് സിമ്പിൾ പ്രൊഡക്റ്റായ ഇഡ്ഡലി, വട പോലെയുള്ള പ്രൊഡക്റ്റിൽ ഹ്യൂജ് ബിസിനസ് ബിൽഡ് ചെയ്യാം. അതിന് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാം. എന്നിട്ട് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് അത് ബിസിനസ് ബിൽഡ് ചെയ്യാം എന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്തു. ഒരു പരിധി വരെ മൈൽസ് ടു ഗോ. വളരെ സന്തോഷം. വീഡിയോ ഒന്ന് കണ്ടുപോകുന്നതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യമാണ്, ഈ കോമൺ സെൻസ് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ഏത് ബിസിനസ്സിലാണെങ്കിലും ഏത് എഡ്യൂക്കേഷനിലാണെങ്കിലും എന്തിനാണെങ്കിലും എന്തായാലും ദ പവർ ഓഫ് ഡിറ്റർമിനേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാനായി. എന്തായാലും ഞാൻ വളരെ മുമ്പേ ആഗ്രഹിച്ചതാണ് മുസ്തഫയ്ക്കായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ. മുസ്തഫയായിട്ട് ഓക്കെ, മുസ്തഫയായിട്ടുള്ള ഇൻ്റർവ്യൂ. കാരണം പിന്നെ അദ്ദേഹത്തിന് ലീവ് കിട്ടുന്നത് മെയ് മാസത്തിൽ മാത്രമാണ്. അപ്പോൾ അവിടെ സ്കൂളും കുട്ടികളെ ലീവൊക്കെ ആയപ്പോഴും നാട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ അവസരം കിട്ടിയത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും കാണാം, സംസാരിക്കണം. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കമൻസ് വരാൻ സാധ്യതയുള്ളത് മുസ്തഫയുടെ ടോക്ക് ആവശ്യമുണ്ടെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ദ പവർ ഓഫ് ഡിറ്റർമിനേഷൻ ഒരു 10 minutes വീഡിയോ ഞാൻ ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് മോട്ടിവേഷൻ നൽകാൻ പറ്റിയ ആളുകളുമായിട്ടുള്ള ഇൻ്റർവ്യൂസ് ഇനിയും ഉണ്ടാകും. അതുവരേക്കും തൽക്കാലം നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MTVlog.